കൊച്ചിയിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാർ മരിച്ചിട്ടുണ്ട്. വൈറ്റില ഇടപ്പള്ളി ബൈപ്പാസിലാണ് വാഹനാപകടം ഉണ്ടായിരിക്കുന്നത്. 2 KSRTC ബസ്സുകൾക്കിടയിൽപ്പെട്ടാണ് അപകടമുണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കീർത്തി മോഹൻ ചേരുകയാണ്. കീർത്തി, 2 മരണമുണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് വാഹനാപകടം ഉണ്ടായത്? എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രാവിലെ തന്നെ അതിദാരുണമായ വാർത്തയാണ് കൊച്ചിയിൽ നിന്നും നൽകാൻ കഴിയുന്നത്. 2 ബൈക്ക് യാത്രക്കാർ വാഹനാപകടത്തിൽ മരിച്ചു. പാലാരിവട്ടം ചക്കരപ്പറമ്പിലാണ് അപകടം സംഭവിച്ചത്. നമുക്ക് ഇനി ആ അപകടത്തിൻ്റെ ആ ഒരു എഫക്റ്റ് അത് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. സ്കാനിയ എന്ന ബാംഗ്ലൂർ തിരുവനന്തപുരം KSRTC ബസ്സാണ്. 2 KSRTC ബസ്സുകൾക്കിടയിൽപ്പെട്ടാണ് ബൈക്ക് അപകടം സംഭവിച്ചത്. ബൈക്കിൻ്റെ ദൃശ്യങ്ങൾ ബൈക്കിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ഇടിയുടെ ആഘാതം അത് എത്രത്തോളം എന്നത്. 2 ബൈക്ക് യാത്രക്കാരുണ്ടായിരുന്നു. 2 ബൈക്ക് യാത്രക്കാരും തൽക്ഷണം മരിക്കുകയായിരുന്നു. രാവിലെ പുലർച്ചെ 6 മണിയോടുകൂടിയായിരുന്നു അപകടം സംഭവിച്ചത്. അപകടം ഉണ്ടായത് എങ്ങനെയെന്ന പ്രാഥമികമായി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ KSRTC ബസ് വേണാട് പോകുന്ന KSRTC ബസ് ഇവിടെ ബസ് സ്റ്റോപ്പിൽ ആളെ കയറ്റാനായി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അതിന് തൊട്ടു പിന്നിൽ തന്നെ ഈ ബൈക്ക് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ സ്കാനിയ ഈ ബാംഗ്ലൂർ തിരുവനന്തപുരം വേഗതയിൽ നിയന്ത്രണം വിട്ടുവെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ ഇതിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഈ ബസ്സിന് നിയന്ത്രണം വിട്ടതാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയന്ത്രണം വിട്ട അത് ഈ KSRTC ബസ്സിലേക്ക് ഇടിക്കുകയായിരുന്നു. KSRTC ബസ്സിൻ്റെ പുറകുവശത്ത് വന്ന് ഇടിക്കുകയായിരുന്നു. ബസ് ആളെ കയറ്റാനായി KSRTC ബസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നും വണ്ടി എടുക്കാൻ തുടങ്ങുന്ന ഒരു സ്കാനിയ വന്നിരിക്കുന്നത്. അതിനിടയിലാണ് ഈ ബൈക്ക് അതിന് തൊട്ടു പിന്നിൽ തന്നെ KSRTC ബസ്സിൻ്റെ തൊട്ടു പിന്നിൽ തന്നെ ഈ ബൈക്ക് ഉണ്ടായിരുന്നു. ആ ബൈക്ക് അതിൽ പെട്ടുപോവുകയായിരുന്നു. 2 ആളുകളാണ് ഉണ്ടായിരുന്നത്. ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയാണ് എന്നത് നമുക്ക് വാഹനം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. എന്നാലത് കൂടുതൽ നമുക്ക് വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പോൾ പോലീസ് പ്രാഥമികമായി നമുക്ക് നൽകുന്ന വിവരങ്ങളാണ്. 2 പേരും തൽക്ഷണം മരിക്കുകയായിരുന്നു. ഈ 2 വാഹനത്തിൻ്റെയും 2 KSRTC ബസ്സിൻ്റെയും ഇടയിൽ പെട്ടുപോവുകയായിരുന്നു ഈ ബൈക്ക്. 2 പേരും തൽക്ഷണം മരിച്ച ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന സ്കാനിയ, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്കാനിയ ഈ ബസ്സാണ് KSRTC ബസ്സിൻ്റെ പുറകു വശത്ത് വന്നിടിച്ചത്. ബസ്സിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ, ആ ബസ്സിൻ്റെ മുൻവശത്തെ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ ആ ഒരു KSRTC ബസ്സിലേക്ക് ഇടിച്ച ആ ആഘാതം, അതിൻ്റെ ആ ഒരു എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രാത്രിയൊക്കെ ഇവിടെ മഴയുണ്ടായിരുന്നു, പുലർച്ചെയൊക്കെ മഴയുണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് ഇവിടെ ഒരു മഴയില്ലെങ്കിലും അന്തരീക്ഷം മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. റോട്ടിലൊക്കെ തന്നെ വെള്ളമുണ്ട്. അപ്പോൾ ഇതും അപകടത്തിന്, ആ ഒരു ബസ്സിന് നിയന്ത്രണം വിടാനുള്ള ഒരു കാരണമായിട്ടുണ്ടോ എന്നാണ് കരുതുന്നത്. നമുക്ക് ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് ഇവിടെ അടുത്തുള്ള ഒരു ചായക്കടയിലെ യുവാവുണ്ടായിരുന്നു. നമുക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് സംഭവിച്ചത്. നമ്മൾ രാവിലെ നടക്കുന്നതിൻ്റെ ഭാഗമായി ചായ കുടിക്കാൻ ഇവിടെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ബസ് ഫ്രണ്ടിലൊരു KSRTC ആളെ ഇറക്കാൻ വേണ്ടി ഒതുക്കിയതാണ്. സ്വാഭാവികമായിട്ട് ഈ ബസ്സിൻ്റെയും 2 ബസ്സിൻ്റെ നടുക്ക് ആളുണ്ടായിരുന്നു. പെട്ടെന്ന് ഈ ബസ് ചവിട്ടിയിട്ട് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടില്ല. ഈ ബസ് അങ്ങോട്ട് സൈഡിലേക്കായപ്പോൾ ബസ് ചവിട്ടിയതാണ്. പക്ഷെ 2ൻ്റെ ഇടയ്ക്ക് ഇവർ 2 പേരും ജാമായി പോയി അപ്പം തന്നെ മരണപ്പെടുകയും ചെയ്തു. ഈ സ്കാനിയ ഓവർ സ്പീഡിൽ വരികയായിരുന്നു, അങ്ങനെ എന്തെങ്കിലും കാണാൻ സാധിച്ചു? ഓവർ സ്പീഡല്ല, സാധാ ഒരു സ്പീഡ്. മഴ ആയതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, ചവിട്ടിയിട്ട് കിട്ടില്ലല്ലോ, റോഡ് അതേ അവസ്ഥയിലായിരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ 2ൻ്റെ നടുക്കാണ് ബൈക്കുകാർ പെട്ടത്. ഈ KSRTC ബസ് അവിടെ നിന്നും എടുത്തിരുന്നോ, അതോ ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് നേരെ വന്ന് ഇടിക്കുകയായിരുന്നു, അങ്ങനെ എന്തെങ്കിലും കാണാൻ സാധിച്ചു? നിർത്താൻ പറ്റില്ല, വന്ന വഴിയാണ് ഈ ബസ്. വന്ന വഴിക്ക് അവൻ വന്നിട്ട് ഇതിൻ്റെ പുറകിലേക്ക് വന്നപ്പം ജാമായി പോയി പിള്ളേർ. നിർത്തിയിട്ടുണ്ടായി ബസ് അവിടെ കിടപ്പുണ്ട്, അവിടെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവൻ വെട്ടിച്ച് കയറിയതാണ്. 2 കൂടി പാസ്സായിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ ഇടിച്ചിട്ടുണ്ട് KSRTC. 2 പേരും സ്പോട്ടിൽ തന്നെ തീർന്നു. നമ്മൾ ഉണ്ടായിരുന്നില്ല, നമ്മൾ വന്നപ്പോൾ തന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞായിരുന്നു. വെട്ടിപ്പിടിച്ചെടുക്കായിരുന്നു പിള്ളേർ ആ ഉള്ളിൽ നിന്ന്. 2ൻ്റെ ശരിക്ക് ജാമായി പോയി പിള്ളേർ. ബൈക്ക് ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറിയിട്ടേ
രണ്ടുപേരും ഫയർഫോഴ്സുകാർ വന്നിട്ടാണ് അവരെ വെട്ടിപ്പൊളിച്ചാണ് എടുത്തത്. ശരി കീർത്തി, എന്തായാലും വൈറ്റില ഇടപ്പള്ളി ബൈപ്പാസിലാണ് വലിയൊരു അപകടം ഉണ്ടാകുന്നത്. അപകടത്തിൽ 2 മരണമുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് കീർത്തി മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കളും തൽക്ഷണം തന്നെ മരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ ആരാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല.